കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ ഹിയറിംഗ് നടപടികൾ പുരോഗമിക്കവേ വ്യാഴാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം 21,000-ലധികം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഹിയറിംഗ് നടപടികൾ ഇനിയും അവസാനിച്ചിട്ടില്ലാത്തതിനാൽ കണക്കുകളിൽ ഇനിയും വ്യത്യാസം വരാനുള്ള സാധ്യതയുമുണ്ട്. ഹിയറിംഗ് അവസാനിക്കാൻ ഇനിയും ഒരാഴ്ചയോളം സമയം അവശേഷിക്കുകയാണ്. മതിയായ കാരണങ്ങളാൽ കൃത്യമായ പരിശോധനയിലൂടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ കണക്കാണ് ഇതെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം വരെ 21,130 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ 2,804 പേർ എന്യൂമറേഷൻ കാലത്ത് മരണപ്പെട്ടവരാണ്. 1,039 പേർ വിദേശ പൗരത്വം സ്വീകരിച്ചു. 17,287 പേർ സ്ഥിരമായി താമസം മാറിയവരാണ് എന്നുമാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതേസമയം അത്ര ഗുരുതരമല്ലാത്ത പിഴവുള്ളവരെ രേഖകൾ ഹാജരാക്കിയാൽ ഹിയറിംഗിൽ നിന്ന് ഒഴിവാക്കാമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഹിയറിംഗ് ജോലിഭാരം ലഘൂകരിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഒപ്പം നിർദ്ദിഷ്ട സമയത്ത് ഹിയറിംഗ് പൂർത്തിയാക്കി അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് കാലതാമസം ഒഴിവാക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ്. SIRമായി ബന്ധപ്പെട്ട് മൂന്നാം ഘട്ടത്തിലെ പിഴവുകൾ ഉള്ളവരെയും മാപ്പിംഗ് നടത്താനാകാത്തവരെയും ഹിയറിംഗ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി രേഖകൾ പരിശോധിച്ച് ഉറപ്പാക്കുന്ന നടപടി പുരോഗമിക്കുന്നുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ കുറെ കൂടി ലളിതമാക്കി വോട്ടർമാരുടെ ഭാരം ലഘൂകരിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പിഴവുകൾ ഉള്ളവരെയും മാപ്പിംഗ് നടത്താനാകാത്തവരെയും ഹിയറിംഗിന് വിളിപ്പിക്കാതെ തന്നെ രേഖകൾ ഹാജരാക്കിയാൽ പട്ടികയിൽ നിലനിർത്താമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദേശ പൗരത്വം നേടിയവർ ഒഴികെ ബാക്കി എല്ലാവരും രേഖകൾ ഹാജരാക്കിയാൽ ഹിയറിംഗ് ഇല്ലാതെ തന്നെ പട്ടികയിൽ തുടരാനാകും. ഈ മാസം 14 വരെയാണ് ഹിയറിംഗ് നടപടികൾക്കുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. ഇതിനുശേഷം അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ജോലികൾ ആരംഭിക്കും. 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. വിദേശ പൗരത്വം നേടിയവർ, രേഖകളിൽ പൊരുത്തക്കേടുകൾ ഉള്ളവർ, 2002 പട്ടികയുമായി ബന്ധിപ്പിക്കാൻ സാധിക്കാത്തവർ, ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ തുടങ്ങിയ വിഭാഗക്കാരെയാണ് ഹിയറിംഗിന് നോട്ടീസ് നൽകി വിളിപ്പിച്ചിരുന്നത്. ഇത്തരത്തിൽ ആകെ 19 ലക്ഷത്തിലധികം വോട്ടർമാരുണ്ടായിരുന്നു. ഇതിൽ വിദേശ പൗരത്വം നേടിയവർ ഒഴികെയുള്ളവർ ഇനി ഹിയറിംഗിന് ഹാജരാകേണ്ടി വരില്ല. ഇവർ രേഖകൾ ഹാജരാക്കിയാൽ മാത്രം തന്നെ ഹിയറിംഗ് നടത്താതെ പട്ടികയിൽ നിലനിൽക്കും. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിസ് അഥവാ യുക്തിപരമായ പിഴവുകൾ ഉള്ളവർക്കും ഇനി രേഖകൾ ഹാജരാക്കിയാൽ മതി. ഹിയറിംഗ് നടത്തിയതായി കണക്കാക്കി വോട്ടർ പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തും. പഴയ വോട്ടർ പട്ടികയിലും ഇപ്പോഴത്തേതിലും പേരുകൾ തമ്മിൽ വ്യത്യാസമുള്ളവരും അച്ഛനും മകനും തമ്മിലുള്ള പ്രായവ്യത്യാസത്തിൽ പൊരുത്തക്കേടുള്ളവരുമായ യുക്തിപരമായ പൊരുത്തക്കേടുള്ളവർ ഇനി ഹിയറിംഗിന് ഹാജരാകേണ്ടതില്ല. ഇവർ രേഖകൾ ഹാജരാക്കിയാൽ തന്നെ ഹിയറിംഗ് നടത്തിയതായി കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടും യുക്തിപരമായ പിഴവുകൾ ഉള്ളവരുടെ പേരുകൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, താലൂക്ക്, സബ് ഡിവിഷൻ കേന്ദ്രങ്ങൾ, വാർഡ് ഓഫീസുകൾ എന്നിവിടങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. പേരുകൾ പ്രദർശിപ്പിച്ച തീയതി മുതൽ 10 ദിവസത്തിനകമാണ് പരാതികൾ അറിയിക്കേണ്ടത്. നേരിട്ടോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ ആണ് രേഖകളും പരാതികളും നൽകേണ്ടത്. 2002 അടിസ്ഥാന വോട്ടർ പട്ടികയുമായി നിലവിലെ വിവരങ്ങൾ ഡിജിറ്റലായി ബന്ധിപ്പിക്കാൻ സാധിക്കാത്തവരും ബന്ധിപ്പിച്ചപ്പോൾ പിശകു വന്നവരും രേഖകൾ ഹാജരാക്കിയാൽ മതിയാകും. അതേസമയം മരിച്ചുപോയവർ, സ്ഥിരമായി താമസം മാറിയവർ എന്നിവർ പട്ടികയിൽ തുടരുന്നതായി പരാതി ലഭിച്ചാൽ ബന്ധപ്പെട്ടവർ ഹിയറിംഗിന് ഹാജരാകൽ നിർബന്ധമാണ്. SIR സംബന്ധിച്ച നടപടികൾ ഈ മാസം 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ അവസാനിക്കേണ്ടതാണ്. ഇതിന് കാലതാമസം നേരിടരുത് എന്ന വിലയിരുത്തലിലാണ് ഹിയറിംഗ് നടപടികൾ ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. കാരണം ഇതുവരെ സംസ്ഥാനത്താകെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഹിയറിംഗ് നടപടികൾ പൂർത്തിയായിട്ടുള്ളത്. ഫെബ്രുവരി 14 മറ്റിടങ്ങളിലും ഹിയറിംഗ് നടപടികൾ പൂർത്തീകരിക്കണം. തുടർന്ന് 15 അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കി 21 പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. മന്ദഗതിയിൽ കാര്യങ്ങൾ നീങ്ങിയാൽ കാലതാമസം നേരിടും എന്നതിനാലാണ് ഹിയറിംഗ് ഒഴിവാക്കാനുള്ള തീരുമാനം. എന്നിരുന്നാൽ പോലും മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ SIR നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന ആശങ്ക ബാക്കി നിൽക്കുകയാണ്. നിലവിൽ SIR ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കിയ 4 മണ്ഡലങ്ങളിൽ എല്ലാ നടപടികളും ആദ്യം പൂർത്തിയാക്കി സംസ്ഥാനത്ത് ഒന്നാമതെത്തിയത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മണ്ഡലമാണ്. കുട്ടനാട് മണ്ഡലത്തിലെ ആകെയുള്ള 1,50,189 വോട്ടർമാരിൽ 7,057 പേരെയാണ് 2002 പട്ടികയുമായി ബന്ധിപ്പിക്കാൻ സാധിക്കാതിരുന്നത്. ഇവരുടെയും ചെറിയ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്ന 15,323 വോട്ടർമാരുടെയും ഹിയറിംഗ് നടത്തി രേഖകൾ പരിശോധിച്ച് അപ്ലോഡ് ചെയ്തു. അങ്ങനെ എല്ലാ നടപടിക്രമങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തിയാക്കി ഈ നേട്ടം കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ മണ്ഡലമായി കുട്ടനാട് മാറി. പരിശോധന പൂർത്തിയാക്കിയപ്പോൾ കുട്ടനാട്ടിൽ അന്തിമ വോട്ടർ പട്ടികയിലേക്ക് യോഗ്യത നേടിയത് 1,49,658 വോട്ടർമാരാണ്.
മരണപ്പെട്ടതും താമസം മാറിയതുമൊക്കെയായി 531 പേർ അയോഗ്യരാക്കപ്പെട്ടു. 23,427 പേർക്ക് നോട്ടീസ് അയച്ച അരുവിക്കര, 19,518 പേരെ ഹിയറിംഗിന് വിളിപ്പിച്ച വൈക്കം, 26,688 പേർക്ക് ഹിയറിംഗ് നടത്തിയ കുന്നത്തനാട് മണ്ഡലങ്ങളും SIR നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. SIRന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഓൺലൈനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ eci.gov.in എന്ന ലിങ്ക് വഴിയോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ce.kerala.gov.in എന്ന ലിങ്ക് വഴിയോ അതുമല്ലെങ്കിൽ BLOമാർ വഴി നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടായിരുന്നു. ഈ പ്രക്രിയ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്നാൽ SIR അന്തിമ പട്ടികയിൽ ഇടം പിടിക്കാൻ അപേക്ഷിക്കേണ്ടിയിരുന്നത് ജനുവരി അവസാനം വരെയായിരുന്നു. അതിനുശേഷം അപേക്ഷിക്കുന്നവർ സപ്ലിമെന്ററി ലിസ്റ്റിലാണ് ഉൾപ്പെടുക. തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ഇത്തരത്തിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. സാധാരണ വോട്ടർമാരാകാൻ ഫോം 6ഉം പ്രവാസി വോട്ടർമാരാകാൻ ഫോം 6A ആണ് ഉപയോഗിക്കേണ്ടത്. SIR കരട് പട്ടികയിൽ പുറത്തായവർക്ക് മുന്നിൽ ഇനിയുള്ള ഏക മാർഗം പുതുതായി വോട്ട് ചേർക്കുക എന്നത് മാത്രമാണ്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി തെറ്റാണ് എങ്കിൽ ഫോം 6 വഴി പുതിയ വോട്ടറായി ചേരാം. പ്രവാസിയാണെങ്കിൽ ഫോം 6A വഴിയാണ് അപേക്ഷിക്കേണ്ടത്.